ഹായ്, ഞാനും ആൻസി ടീച്ചറും കൂടെ വള്ളിക്കുടിലിൽ നിൽക്കുക. ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷേ രാവിലെ മൂടലായിരുന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞപ്പോൾ നല്ല വെയിൽ. അങ്ങനെ കുടിലിൻ്റെ അടിയിൽ കയറി ഒളിച്ച് നിൽക്കുക. അപ്പോൾ ടീച്ചറെ വെരിക്കോസ് വെയിന് മരുന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ? വെരിക്കോസ് വെയിന് മരുന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കുറേ നാളായോ തുടങ്ങിയിട്ട്? അതൊരു 10-15 വർഷമായെന്ന് എനിക്ക് തോന്നുന്നത്. അറിയോ? കുറേ കാലമായി തുടങ്ങിയിട്ട്. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. പഴകിയ വെരിക്കോസ് വെയിൻ പഴകിയതും പറയുന്ന അത്രയും നാള് ചെയ്യുവാണെങ്കിൽ തീർത്തും മാറുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഈ വൈകുന്നേരം ആകുമ്പം കാലിന് വേദന, കൂടുതൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വേദനയൊക്കെ വരുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ കുറച്ച് നാൾ തേച്ച് കഴിയുമ്പോൾ വേദനയൊക്കെ കുറഞ്ഞു, ഇനി മതി. നമ്മൾ പനിക്ക് മരുന്ന് മേടിക്കുമ്പോഴും അങ്ങനെയല്ലേ, കുറഞ്ഞു, ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ കോഴ്സ് പൂർത്തിയാക്കുമല്ലോ. അതുപോലെ കോഴ്സ് പൂർത്തിയാക്കാതെ നിൽക്കുന്നവർക്ക് കുറച്ച് നാളത്തിന് കുഴപ്പമില്ല, കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ പിന്നെയും വരുന്നുണ്ട്. ഇത് തീർത്തും പോകുന്നവർ ചെയ്തവർക്ക് ആർക്കും ഇതുവരെയായിട്ട് തിരിച്ചു വന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ടീച്ചർ പറയുന്നത് കേട്ടോ, ടീച്ചർ പറയുന്നത് പോലെ വളരെ കൃത്യനിഷ്ഠയോടെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് തിരിച്ചു വരാത്ത വിധം തുടച്ച് മാറ്റപ്പെടുമെന്നാണ് പറയുന്നത്. വേരോടെ പിഴുതു മാറ്റപ്പെടും. വേരോടെ മാറ്റപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം 10-15 വർഷമായിട്ട് വരാത്തപ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഓപ്പറേഷൻ ചെയ്യുന്നവരുടെ പോലും പിന്നെ വരുന്നുണ്ട്. യെസ്, വെരിക്കോസിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുടെ പോലും വെരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ പൂർണ്ണമായി മാറണമെന്നില്ല. ഭീമമായ സംഖ്യയും വേണം. പിന്നെ എന്താണ്, വെരിക്കോസ് വെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ ചീറ്റി ഒഴുകും. നമുക്ക് വേദനയില്ല, ഒന്നുമില്ല, നമ്മൾ അറിയുകയില്ല. നമ്മൾ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ, ഇല്ല നമ്മൾ അറിയുകയില്ല. വളരെ അപകടാവസ്ഥയാണ്. നമ്മളെ പറമ്പിക്കൂടെയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ബ്ലഡും പോയി എവിടെയെങ്കിലും തലയും ചുറ്റി അവിടെ കിടക്കും, ആരും കണ്ടെന്ന് വരികയില്ല. അങ്ങനെ വല്ല ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഈ 1 രൂപ 2 രൂപ കോയിന്, വൃത്തിയായിട്ടുള്ള കോയിനെടുത്ത് ആ പൊട്ടിയിടത്ത് മുറുക്ക വെച്ചിട്ട് കെട്ടിവെക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ആ കോയിനെടുത്ത് മാറ്റുക. നിന്നിട്ടുണ്ടാവും ബ്ലഡ്. വെരിക്കോസ് വെയിനായിട്ട് അറിയാതെ ഈ ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ഒറ്റമൂലിയാണ് ടീച്ചർ പറഞ്ഞത്. ഇത് ആർക്കും തന്നെ അറിയുന്നുണ്ടാകിയല്ലോ കേട്ടോ ടീച്ചറെ. ഞാനും ആദ്യം കേൾക്കുന്നത് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊട്ടിയിട്ട് എന്നെ വിളിച്ച ആൾക്കാരുണ്ട്. 1 രൂപ 2 രൂപ കോയി 5 പത്തൊന്നും പറ്റിയല്ല. അല്ല, 5 പറ്റും. 5 വട്ടം കുറവാ. അപ്പൊ വട്ടമുള്ള കോയിൻ, വട്ടമുള്ള കോയിൻ ഏതെങ്കിലും കോയിന് വൃത്തിയുള്ളതായിരിക്കണം. കാരണം മുറിവിലോട്ട് വെക്കുന്നല്ലേ അണുക്കളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാരെങ്കിലും കുടുംബത്തിലുള്ള വേറെ ആരെങ്കിലും പെട്ടെന്നൊന്ന് കഴുകി തുടച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്താലും വെച്ചിട്ട് കെട്ടിവെക്കുക. അന്നേരം നിന്നോളും. അത് ശരി. തന്നെ ബ്ലഡ് പോരുന്നു. അതൊരു പുതിയ അറിവാണ്. പിന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കാലിന്റെ പത്തിയാലെല്ലാം ചൊറിഞ്ഞിട്ട് ബ്ലഡ് അല്ല വരുന്നത്, ചെറുതായിട്ട് വെള്ളം വന്നോണ്ട് ബ്ലഡിന് പകരം വെള്ളം വരും. അത് ഭയങ്കര നീറ്റലും പുകച്ചിലും എല്ലാം എന്നാ അവര് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിന് കരിയാനായിട്ട് എണ്ണയുണ്ട്. അതിന് പ്രത്യേക എണ്ണയുണ്ട്. വെരിക്കോസ് വെയിൻ പൊട്ടിയത് കരിയാനും എണ്ണയുണ്ട്.